Hello friends, welcome to another video. So today I am going to എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മൂവിംഗ് ആവറേജിന്റെ ഒപ്പം പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നല്ലൊരു ട്രേഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ICICI ബാങ്കിന്റെ സ്റ്റോക്ക് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് വീലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് പോയിട്ട് മൂവിംഗ് ആവറേജ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് പോയി ഇൻഡിക്കേറ്റേഴ്സിൽ മൂവിംഗ് ആവറേജ് ഓപ്പൺ ചെയ്തു. സോ മൂവിംഗ് ആവറേജിൽ മൂവിംഗ് ആവറേജ് ഉണ്ട്, മൂവിംഗ് ആവറേജ് എക്സ്പെണൻഷ്യൽ ഉണ്ട്. സോ മൂവിംഗ് ആവറേജ് എക്സ്പെണൻഷ്യൽ ആണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് മൂവിംഗ് ആവറേജ് എക്സ്പെണൻഷ്യൽ മൂവിംഗ് ആവറേജ് 9 ആണുള്ളത്. പക്ഷെ ഞാൻ ഇന്നത്തെ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മൂവിംഗ് ആവറേജ് 20 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൂവിംഗ് ആവറേജ് EMA എക്സ്പെണൻഷ്യൽ മൂവിംഗ് ആവറേജ് EMA 20 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 20-ഡേ മൂവിംഗ് ആവറേജ് എക്സ്പെണൻഷ്യൽ മൂവിംഗ് ആവറേജ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡേയ്സിൽ നന്നായിട്ട് വർക്കാവും, നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഡേയ്സിൽ വർക്കാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ട്രെൻഡിങ് ഡേ ആണ്. സോ ഈ ഒരു ട്രെൻഡിങ് ഡേയിൽ നമുക്കറിയാം ഇത് അപ് ട്രെൻഡ് ആണ്, ഇത് മേലോട്ട് തന്നെ പോവാന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടെ എൻട്രി എടുക്കേണ്ടത് നമുക്കറിയില്ല. സോ അങ്ങനത്തെ ഒരു സമയങ്ങളിൽ നമുക്ക് ഈ ഒരു മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സമയവും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിംഗ് ആവറേജിന്റെ അടുത്ത് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോകും. ഓക്കെ, അപ് ട്രെൻഡിൽ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ നേരെ ഓപ്പോസിറ്റ് നടക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ളത് ഇത് മേലോട്ട് പോയി ഇവിടം വരെ രാവിലെ നല്ല രീതിക്ക് ഒരു റാലി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കൺസൾട്ടേഷൻ പോലെ ആയി. പിന്നെ അതിൽ തന്നെ പിന്നെ ഈ ഒരു മൂവിംഗ് ആവറേജിന്റെ അവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊരു അപ്പ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ കണ്ടില്ല, ഇതൊരു ട്രെൻഡിങ് ഡേയിൽ ഈ ഒരു മൂവിംഗ് ആവറേജിന് നല്ല രീതിക്ക് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ സ്റ്റോക്കും അതേപോലെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഓപ്പൺ ചെയ്തിട്ട് ട്രെൻഡിങ് ആണ്, ഇത്ര നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റ് അല്ലാന്നുണ്ടെങ്കിലും ചെറിയൊരു അപ് ട്രെൻഡ് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയം ഈ ഒരു EMA തൊട്ടും മേലോട്ട് പോകും, ഈ ഒരു EMA സപ്പോർട്ട് എടുക്കും മേലോട്ട് പോകും. കണ്ടില്ല, ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു EMA സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോയി. പക്ഷെ ഇതൊന്നും വലിയ രീതിക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ്. അതുപോലെ തന്നെ കണ്ടില്ല, ഈ ഒരു എക്സ്പെണൻഷ്യൽ മൂവിംഗ് ആവറേജ് നല്ല രീതിക്ക് ഈ ഒരു ഇതിൽ നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ICICI ബാങ്ക് നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്, ഈ ഒരു ഡൗൺ മാർക്കറ്റ് ആണ്. സോ ഓപ്പൺ ചെയ്തതിനു ശേഷം ചെറുതായിട്ട് ഡൗൺ ആയി. പിന്നെ അതിൽ തന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഡൗൺ ആയി. ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ ഡൗൺ ആയി. പിന്നെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി നോക്കി. പക്ഷെ അവിടെ വലിയ രീതിക്ക് സസ്റ്റെയിൻ ചെയ്തൊന്നുമില്ല, ഡൗൺ ആയി. കണ്ടില്ല, ഡൗൺ ആയതിനു ശേഷം ഇവിടെയാണ് മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് ഇതിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇങ്ങനത്തെ പോയിന്റ്സിലാണ് മൂവിംഗ് ആവറേജിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവിടെയാണ് മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് ഇതിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇങ്ങനത്തെ പോയിന്റ്സിലാണ് മൂവിംഗ് ആവറേജിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിംഗ് ആവറേജ് ഞാനൊരു പാത്ത് പോലെ ഇത് കാണിച്ചു തരാം. ഈ ഒരു മൂവിംഗ് ആവറേജ് ഇവിടം വരെ വന്നിട്ട് അത് മേലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്കറിയില്ല എത്രത്തോളം മേലോട്ട് പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. മേ ബി ഇത്ര പോവാം, അല്ലെങ്കിൽ പിന്നെ ഇത്രയും പോയിട്ട് പിന്നെ ഡൗൺ താഴോട്ട് വരാം. പക്ഷെ ഈ ഒരു മൂവിംഗ് ആവറേജ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവിടം വരെ പോകാനുള്ള ചാൻസേ ഉള്ളൂ. കൂടിപ്പോയാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മേലോട്ട് പോകും, അതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് വരെ പോയിട്ട് താഴോട്ട് വരും. ഓക്കെ, പക്ഷെ ഇത് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റ് തട്ടി താഴോട്ട് വന്നു. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും ഇത് ഇവിടം വരെ പോയിട്ട് നെക്സ്റ്റ് ക്യാൻഡിലൂടെ റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, നെക്സ്റ്റ് ക്യാൻഡിലൂടെ റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് ഒക്കെ വന്നു, ഇവിടെ റിവേഴ്ഷൻ കിട്ടി, നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷെ ചെറിയ രീതിക്കുള്ളൊരു ഇത് ഉണ്ടായതും കൊണ്ട്, ഒരു മൊമെന്റ് ഉണ്ടായതുകൊണ്ട് അത് പിന്നെ മേലോട്ട് പോയി. പിന്നെ ഇവിടെ ഞാൻ സസ്റ്റെയിൻ ചെയ്ത് നിന്നു. ഓക്കെ, പക്ഷെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ട് വലിയ രീതിക്ക് ഒരു നിന്നില്ല, ഒരു മണിക്കൂർ അവിടെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഡൗൺ ആയി. ഓക്കെ, ഡൗൺ ആയ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. പക്ഷെ നിങ്ങൾ അവിടെ എൻട്രി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിംഗ് ആവറേജിന് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതെന്തായാലും റീടെസ്റ്റ് ചെയ്താലേ നമ്മൾ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് ഡൗൺ ആയിട്ട് റീടെസ്റ്റ് ചെയ്യണം. അപ്പൊ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ലെവൽസ് ഒന്നും വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാം. കണ്ടില്ല, ഈ ഒരു മൂവിംഗ് ആവറേജ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൂവിംഗ് ആവറേജിൽ കറക്റ്റ് ആയിട്ട് ഇത് ഇവിടം വരെ ഡൗൺ ആയിട്ട് മൂവിംഗ് ആവറേജ് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മൂവിംഗ് ആവറേജ് തട്ടി താഴോട്ട് ഡൗൺ ആയി, താഴോട്ട് പോയി. കണ്ടില്ല, മൂവിംഗ് ആവറേജ് തട്ടി താഴോട്ട് പോയി, മൂവിംഗ് ആവറേജ് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോയി. അതുപോലെ തന്നെ പിന്നെ ഇത്രയും താഴോട്ട് വന്നിട്ട് നമുക്കറിയില്ല റെസിസ്റ്റൻസ് ഇത് ലൈക്ക് എത്രയും ദൂരം മേലോട്ട് പോകും നമുക്കറിയില്ല. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് പ്രൈസ് ആക്ഷൻ വരെ നന്നായിട്ട് ലൈക്ക് ആ ലെവൽസ് ഒക്കെ വരയ്ക്കാൻ അറിയുന്നവര്
ഈ ഒരു പോയിന്റ്സ് വരച്ചിട്ടുണ്ടാവും. അങ്ങനെ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓൾറെഡി അറിയാം, ഇത് ഇവിടം വരെ പോകുന്നുള്ളൊരു ഐഡിയ അവർക്ക് ഓൾറെഡി ഉണ്ടാവും. പക്ഷെ അങ്ങനെ വലിയ രീതിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പോവാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ പോവുള്ളൂ, പോയിട്ട് അവിടുന്ന് റെസ്റ്റിംഗ് എടുത്തിട്ട് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അന്നത്തെ ഡേ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാത്രം നോക്കിയിട്ട് ഡൗൺ ട്രെൻഡ് ആണ് അപ് ട്രെൻഡ് ആണെന്ന് പറയാൻ പാടില്ല. ബാങ്ക് നിഫ്റ്റി എന്താ നോക്കുക, കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു വെയിറ്റേജ് ICICI ബാങ്കിലുണ്ട്. സോ അതുപോലെ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോയിന്റ്സിലൊക്കെ എന്തായാലും അത് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരും. സോ അത് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വന്നു. ഇപ്പൊ നിങ്ങൾ മൂവിങ് ആവറേജ് ഇല്ല, പ്രൈസ് ആക്ഷൻ മാത്രം അറിയാമെന്നുണ്ടെങ്കിലും ഈ മൂവിങ് ആവറേജിന്റെ ആവശ്യമില്ല, താഴോട്ട് വന്നു. ഓക്കെ, പ്രൈസ് ആക്ഷൻ ഈ ഒരു ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൂവിങ് ആവറേജിന്റെ വലിയ ആവശ്യമൊന്നുമില്ല, തട്ടിട്ട് കറക്റ്റായിട്ട് ഈ പോയിന്റ് തട്ടിട്ട് താഴോട്ട് വന്നു. പക്ഷേ ഈ ഒരു മൂവിങ് ആവറേജ് ഇവിടെ ഉള്ളത് കൊണ്ട് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ലൈക്ക് ഇവിടെ നമ്മളെ ലൈനും ഉണ്ട്, നമ്മളെ വരച്ച മാനുവലി നമ്മളെ വരച്ച ലൈനും ഉണ്ട്, പിന്നെ നമ്മൾ ഈ ഒരു ഇട്ട ഇൻഡിക്കേറ്ററും പോയിന്റിലുണ്ട്. സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്കുള്ളൊരു എന്താ പറയാ, നല്ല രീതിക്കുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് നോക്കാം, ഇപ്പുറത്തേക്കൊന്നും നോക്കാണ്ടാണ് വരച്ചത്. അപ്പൊ കറക്റ്റായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഈ ഒരു ലൈന് നല്ല രീതിക്ക് റെസ്പെക്ട് വെക്കുന്നു, നല്ല രീതിക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ലൈൻ ആയിരുന്നു. പെട്ടെന്ന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് വലിയ പോയിന്റ്സ് ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റീടെസ്റ്റിൽ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സപ്പോർട്ട് ലൈക്ക് ഇൻട്രാഡേ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു സപ്പോർട്ടാണ്. 5 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ടാണ്. കുറച്ച് നമ്മൾ ടൈം ഫ്രെയിം മാറ്റുമ്പോൾ ഒരു സപ്പോർട്ട് പോലെ തന്നെ നമുക്ക് അവിടെ കണ്ടാൽ തോന്നൂല. പക്ഷെ ഈ ഒരു ഇൻട്രാഡേ ലെവൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല സപ്പോർട്ടാണ്. സോ ഇത്രയും നല്ലൊരു സപ്പോർട്ടിന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യാൻ പാടില്ല, റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീടെസ്റ്റിന് എവിടം വരെ റീടെസ്റ്റ് പോകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു EMA ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഡൗൺ ആനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ഈ ഒരു സപ്പോർട്ട് ഇപ്പൊ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായി ഇവിടെ പുൾ ബാക്ക് ലൈക്ക് ഇവിടം വരെ ഒന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ 2 ലെവൽസ് ഉണ്ട്. ആ ലെവൽസിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വന്നു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എൻ്റർ ചെയ്യാം. അങ്ങനെ എൻ്റർ ചെയ്യാൻ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു ലോ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കൂടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഹൈ പ്രോബബിൾ ട്രേഡ് ആയിട്ട് ഉള്ളൊരു സെറ്റപ്പിൽ മാത്രം എൻ്റർ എടുക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ലെവൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇതേപോലെ ലെവൽസ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു മൂവിങ് ആവറേജ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നല്ലൊരു ക്യാൻഡിൽ എഴുതുന്നത്, പിന്നെ 3 റെഡ് ക്യാൻഡിൽ വന്നു. ഓക്കെ, റെഡ് ക്യാൻഡിൽ വന്നിട്ട് പിന്നെ അത് ചെറുതായിട്ടൊന്ന് സൈഡ് വൈസ് പോലെ ഇങ്ങനെ കളിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു മൂവിങ് ആവറേജിന്റെ അവിടെ എത്തിയപ്പോ കണ്ടില്ലേ നല്ലൊരു മൂവ്മെന്റ് കിട്ടി. കറക്റ്റായിട്ട് ഈ മൂവിങ് ആവറേജിന്റെ അവിടെ എത്തി നല്ല രീതിയിലുള്ള അപ്പ് മൂവ്മെന്റ്. പക്ഷെ അതിന്റെ മുമ്പിട്ട് ഇവിടെ നിന്ന് മൂവിങ് ആവറേജ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് ഈ ഒരു മൂവിങ് ആവറേജിന് ടച്ച് ചെയ്തു ഒരു അപ്പ് മൂവ്മെന്റ് വന്നു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ നോക്കണം ട്രെൻഡിന്റെ ആ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കണം. പക്ഷെ അന്നത്തെ ഡേ ആ ഒരു സ്റ്റോക്ക് നല്ല രീതിക്ക് എന്താ പറയുക ഒരു സൈഡ് വേസ് ആണ്. റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മേലെ ഒരു പോയിന്റ് വരെ പോകും, പിന്നെ താഴോട്ട് വരും, ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും, പിന്നെ മേലോട്ട് പോകും, താഴോട്ട് പോകും. അതാണ് റേഞ്ച്. സൈഡ് വേസ് ആണിത്. സൈഡ് വേസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വലിയ രീതിക്ക് മൂവ്മെന്റ് ഒന്നുമില്ല. ആ ഒരു പോയിന്റിൽ തന്നെ കടന്ന് കുറച്ചൊരു 2 പോയിന്റ് മേലോട്ടും 3 പോയിന്റ് 2 പോയിന്റ് താഴോട്ടും അങ്ങനെ ട്രേഡ് ചെയ്യുന്നതാണ് സൈഡ് വേസ്. സോ ഇവിടെ അതാണ് നടന്നിട്ടുള്ളത്. കണ്ടില്ല, ഈ ഒരു 550 തൊട്ടിട്ട് ഒരു 552 ഒരു 2 പോയിന്റ്സിന്റെ മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ തന്നെ ഇവിടെ തന്നെ ഇതൊക്കെ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് ആണ്. സോ ഇങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇപ്പൊ കാണിച്ചത് ഈ ഒരു പോയിന്റ് എന്തിനാ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിങ് ആവറേജിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാണിച്ചു തന്നത്. ഈ ഒരു പോയിന്റിൽ ഇതാണ് പ്രീവിയസ് ഡേയിലെ ലെവൽസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഈ ഒരു ലെവലിന്റെ ലോ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേന്റെ ലെവലിന്റെ ലോ എന്ന് പറയുമ്പോൾ അതിനാണ് പ്രീവിയസ് ഡേന്റെ ലോ. ഈ ഒരു പോയിന്റ് ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഇത് ഇന്നത്തെ ഡേന്റെ ക്യാൻഡിലാണ്. സോ ഈ ഒരു പോയിന്റ് ആണ് പ്രീവിയസ് ഡേ ലോ. ഓക്കെ, അപ്പോ ഈ ഒരു പ്രീവിയസ് ഡേ ലോ ഇത് കട്ട് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഷോർട്ട് ചെയ്യാം. പക്ഷെ എപ്പോഴും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീടെസ്റ്റ് വന്നതിന് ശേഷം മാത്രം ഷോർട്ട് ചെയ്യുക. സോ കറക്റ്റ് ആയിട്ട് ഈ ഒരു ലോനെ കട്ട് ചെയ്ത് താഴോട്ട് വന്നു. ഒരു ബ്രേക്ക്ഔട്ട് പോലെ ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ആയി. ഓക്കെ, റീടെസ്റ്റ് ആയ സമയത്ത് നമുക്കിവിടെ ലെവൽസ് ഉണ്ട്, ഓൾറെഡി ലെവൽസ് ഉണ്ട്. ലൈക്ക് പ്രീവിയസ് ലോ ആണ്, പ്രീവിയസ് ഡേ ലോ ഇവിടെ ഉണ്ട്. പ്രീവിയസ് ഡേ ലോയിൽ കറക്റ്റ് ആയിട്ട് ഇതെന്താ ചെയ്തു, പ്രീവിയസ് ഡേ ലോയിലേക്ക് വന്നു. പ്രീവിയസ് ഡേ ലോയിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തു, ഡൗൺ ആയി. അതേ സമയത്ത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് എക്സ്പൊണൻഷ്യൽ മൂവിങ് ഡേ ആവറേജിന്റെ അവിടെ വന്നിട്ടാണ്
റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് കട്ട് ചെയ്യാം, ക്ലോസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇത് അറിയോ എവിടം വരെ ഇത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഇത് എവിടം വരെ പോകാനുള്ള ചാൻസ് നമുക്ക് ഇവിടെ ഗസ് ചെയ്യാൻ പറ്റില്ല, പാടാണ്, കുറച്ച് പാടാണ്. കാരണം നമുക്ക് പറയാം ഇത് റീടെസ്റ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇല്ലാണ്ട് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ റീടെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കും. ഈ ഒരു പോയിന്റിലായിരിക്കും റീടെസ്റ്റ് എടുക്കുന്നത് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യും. അങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇത്രയും ക്യാൻഡിൽസ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് മേലോട്ട് പോവുമോ താഴോട്ട് തന്നെ ആയിരിക്കില്ല പോവുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അവിടെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ക്യാൻഡിൽസ് കണ്ടപ്പോൾ ചെറിയ രീതിക്ക് നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഇതിപ്പോ താഴോട്ട് പോവോ അല്ലെങ്കിൽ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു ലെവലിനുള്ളിൽ തന്നെ കയറുമോ എന്നുള്ളൊരു പേടി നമുക്കിവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ EMA യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു പേടിയുമില്ല. കറക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി ചെയ്യുള്ളൂ. കാരണം EMA എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിംഗ് ഡേയിൽ EMA എല്ലാ സ്റ്റോക്കും നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ഈ ഒരു പ്രൈസ് ആക്ഷൻ ലെവൽസ് ഒക്കെ നിങ്ങൾ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് ഇൻട്രാഡേയിൽ എടുക്കാൻ പറ്റും. അതൊരു അപ് ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡ് ട്രെൻഡിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടും. ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുന്നതാണ് മെയിൻ. അല്ലാണ്ട് ഇപ്പം എന്തായാലും ഒരു അപ് ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ട്രെൻഡിങ് ആണ്. അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോങ് പോവുക, ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് പോവുക. പക്ഷെ അത് എവിടെയാണ് എടുക്കേണ്ടത്, ആ ഷോർട്ട് ചെയ്യണത് കറക്റ്റ് ആയിട്ട് ഏത് പോയിന്റിലാണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിലാണ് ഷോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പോയിന്റിലാണ് ഷോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പറഞ്ഞ് തൊട്ട് മേലെ ഈ ഒരു പോയിന്റിന്റെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടായിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഇട്ടായിട്ട് താഴോട്ട് വന്നു, കണ്ടില്ലേ? അപ്പൊ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷെ നിങ്ങൾ എൻട്രി ചെയ്ത പോയിന്റ് തെറ്റി. സോ എൻട്രി ചെയ്ത പോയിന്റ് തെറ്റായത് കൊണ്ട് അത്രയും നല്ലൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. ട്രെൻഡിംഗ് ബേസിൽ EMA ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു EMA ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടെ നിന്നാണ് ഈ ഒരു പോയിന്റിൽ തട്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ ടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്നതെന്ന് അറിയില്ല. ഇപ്പൊ EMA നമ്മളെ ചാർട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഇവിടം വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടം വരെ വന്നിട്ടായിരിക്കും അത് താഴോട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ EMA ഉള്ള സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇവിടം വരെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ തട്ടിയിട്ടായിരിക്കും അത് താഴോട്ട് പോകുന്നത്. പക്ഷെ EMA ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ ഒരു ഇത് ഗസ് ചെയ്യാൻ പറ്റില്ല. EMA ഇല്ലാത്ത സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിപ്പോ ബ്രേക്ക്ഔട്ട് ആയി ഈ ഒരു 2 കാൻഡിൽ വന്നു, ഇതിവിടെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു. സോ നമുക്കിവിടെ എൻട്രി ചെയ്യാം. മേ ബി കുറച്ച് ഒരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിന്റെ മേലെയൊക്കെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ ഹിറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ സ്കാൽപ്പ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ട്രേഡാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നല്ല രീതിക്കുള്ള ക്ലോസ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇവിടേക്കാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഹിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ EMAയും കൂടെ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കും. ഓക്കെ, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രോ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു പോയിന്റിലേക്ക് ക്യാൻഡിൽസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവര് എൻട്രി എടുക്കുക. പക്ഷെ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ പിന്നെ ട്രേഡിനെ കുറിച്ച് അറിയാണ്ട് ട്രേഡ് ചെയ്യുന്നവര് അവർ എൻട്രി ചെയ്തതിനു ശേഷം അവർ വിചാരിക്കുന്ന പോലെ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് എൻട്രി ചെയ്യണ മുമ്പിട്ട് വെയിറ്റ് ചെയ്യും, ബിഗിനേഴ്സ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽസിന്റെ പോലെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന മുമ്പിട്ട് വെയിറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പോയിന്റ് എത്തിയതിനു ശേഷം എൻട്രി എടുക്കുക. ബിഗിനേഴ്സിന്റെ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തതിനു ശേഷം നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് താഴോട്ട് പോകാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആക്ച്വലി പ്രോഫിറ്റ് കിട്ടാൻ നിങ്ങൾ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ഏതൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യണം. പക്ഷെ എൻട്രി എടുത്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് പോകുന്ന വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എൻട്രി ചെയ്തതിനു ശേഷം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എൻട്രി ചെയ്തതിനു ശേഷം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഡോജിയോ അല്ലെങ്കിൽ പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, പിന്നെ ഒരു സ്പിന്നിംഗ് ടോപ്പ് ക്രിയേറ്റ് ആയി, പിന്നെ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എടുത്ത ഒരു എൻട്രി റോങ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അത്രയും കോൺഫിഡൻസ് കുറയും. അപ്പൊ പെട്ടെന്നുള്ളൊരു ഫാളിൽ തന്നെ ഈ ഒരു ഫാളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് തലേന്ന് ഒഴിവാക്കുക, ചിലപ്പോൾ റിവേഴ്സ് അടിച്ച് മേലോട്ട് വന്നാൽ ഈ ഒരു കിട്ടിയ പ്രോഫിറ്റ് പോലും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാനും മതി. അപ്പോ കറക്റ്റ് ആയിട്ട് എൻട്രി എടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ കറക്റ്റ് ആയിട്ട് എൻട്രി എടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാള് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഫാളാണ്. പിന്നെ അതിൽ തന്നെ ഈ ഒരു പോയിന്റിലെത്തി പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മേലോട്ട് പോയി, പിന്നെ ഇത്രയും പോയിന്റ്സ് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിലോ പിന്നെ ഈ ഒരു പോയിന്റിലോ ഇവിടുന്നെങ്കിലും നിങ്ങൾ ആ ഒരു റിസ്ക് വാർഡ് റേഷ്യോ പിന്നെ നിങ്ങൾ വരച്ചു വെച്ചിട്ടുള്ള ലൈൻസ് ഒക്കെ വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് തോന്നുന്നത് അവിടുന്ന് വിൽക്കാൻ അവിടുന്ന് വിറ്റാൽ മതി, അവിടെ എത്തട്ടെ എന്നുള്ള ഒരു പേഷ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും.
പക്ഷെ അത് ആ ഒരു പേഷ്യൻസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം എൻട്രി ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ എൻട്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഷ്യൻസ് ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ചെയ്ത എൻട്രി തന്നെ തെറ്റാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും EMA 20 യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.